ഇതാണ് തഴുതാമ. അപ്പൊ ഞാനിത് പിച്ചിയെടുത്ത് കഴുകി വൃത്തിയാക്കിയതാണ്. കുറച്ചു നേരം വെള്ളത്തിലിട്ട് വെച്ചു. പിന്നെ ഇത് നല്ലതായിട്ട് ഒലച്ച് കഴുകിയെടുക്കണം. അപ്പൊ ഞാനിന്ന് തോരൻ വയ്ക്കാൻ പോകുന്നത് ഇതും തഴുതാമയുടെ ഇല ചക്കക്കുരുവും കൂടെ ചേർത്തിട്ടാണ്. മുറ്റത്ത് ഇഷ്ടംപോലുണ്ട് പറിക്കാൻ. ഞാൻ ഇത്രേ പറിച്ചുള്ളൂ. ചക്കക്കുരുവും കൂടെ ആകുമ്പോൾ ഒരുപാടാവും. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാമേ. അപ്പൊ നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാം ചെറുതായിട്ട്. ഇലയും തണ്ടും എല്ലാം കൂടെ ചേർത്ത് പിടിച്ച് അരിയണം. നല്ല ഗുണങ്ങളാണ്. ഷുഗർ ഉള്ളവർക്കും ഒക്കെ നല്ലതാണ് അത് കഴിക്കാൻ. ആർക്ക് വേണേലും കഴിക്കാം. ഉണക്കാകുമ്പോ ഇത് മൊത്തം കരിഞ്ഞു പോകും. പിന്നെ മഴയാകുമ്പോൾ പൊട്ടിക്കിളിച്ച് വരും. ആ വേരിൽ നിന്ന് തന്നെ പൊട്ടിക്കിളിച്ച് വരും. മിറ്റമെല്ലാം പടന്ന് ഇഷ്ടം പോലുണ്ട്. ഞാനിത് വല്ലപ്പോഴും കാണാൻ തോരൻ വയ്ക്കും. തഴുതാമയുടെ ഇലയും തണ്ടും എല്ലാം കൂടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ കൂടെ ചക്കക്കുരു വേണമല്ലോ. അപ്പൊ ഇനി ചക്കക്കുരുവും കൂടെ അരിഞ്ഞെടുക്കട്ടെ. ഈ തഴുതാമയുടെ വേരും ചെവിടോടെ പിഴുത് നല്ലതായിട്ട് കഴുകി അതിന്റെ മണ്ണെല്ലാം കളഞ്ഞ് നല്ല തിളപ്പിച്ചിട്ട് അതൊക്കെ കുടിച്ചാൽ ഷുഗറിന് നല്ലത്. ഇവിടുന്ന് ആൾക്കാരൊക്കെ വന്ന് കൊണ്ടുപോകാറുണ്ട്. ചക്കക്കുരു എടുത്തിട്ടുണ്ട്. ചക്കക്കുരു ഞാനൊരു പ്ലാസ്റ്റിക് കവറിനകത്ത് കെട്ടി വെച്ചേക്കുവാണ്. പക്ഷെ അത് കിളിച്ച് ഇച്ചിരി പഴയ കുരുവാണേ. ഒരു 1.5 മാസത്തോളം ആയതാ. ഇരുന്നോളും. ഒരു വർഷം വേണേലും ഇങ്ങനെ കവറിലിട്ട് വെച്ചിരുന്ന ഇരുന്നോളും. കിളിപ്പൊക്കെ അടത്തിക്കളയാം. വൃത്തിയായിട്ട് അരിഞ്ഞെടുത്തിട്ട് വരാം. അപ്പോൾ ചക്കക്കുരു ഒക്കെ കീറി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം. അതും ഉപ്പും മഞ്ഞപ്പൊടിയും മാത്രം ഇട്ടൊന്ന് വേവിക്കാം. തോരന് അരപ്പ് റെഡിയാക്കുന്നതിന് തേങ്ങ, വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട്. ഇനി ശകലം ജീരകം ഇടണം. അത് ഇലയുള്ളത് കൊണ്ടാണ് ജീരകം ചേർത്ത് കൊടുക്കുന്നത്. 2 കാന്താരി മുളക് ഉള്ളത് കൊണ്ടാണ് ചേർക്കുന്നത്. പച്ചമുളകായാലും മതി. മഞ്ഞപ്പൊടി ചേർക്കുന്നില്ല. ചക്കക്കുരുവിന് മഞ്ഞപ്പൊടി ഇട്ടാ വേവിച്ചേക്കുന്നത്. മഞ്ഞപ്പൊടി ചേർക്കുന്നില്ല. അപ്പൊ നമുക്ക് തോരൻ എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. കറിവേപ്പില ഇട്ട് കൊടുക്കാം. വേവിച്ച് വെച്ചേക്കുന്ന ചക്കക്കുരു ചേർത്ത് കൊടുക്കാം. വേവിച്ച് വെച്ചേക്കുന്ന ചക്കക്കുരു ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അരപ്പാണ്. തേങ്ങായും ജീരകവും വെളുത്തുള്ളിയും കാന്താരിയും കൂടെ ചതച്ച് വെച്ചേക്കുന്ന അരപ്പ്. കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. കുറച്ച് ചേർക്കാമേ വെള്ളം. ഈ അരപ്പൊക്കെ ഒന്ന് വേവാൻ വേണ്ടി. ഉപ്പ് ഞാനിട്ടാ വേവിച്ചത് ചക്കക്കുരു. എന്നാലും ഒരു കുറച്ച് ചേർത്ത് കൊടുക്കാം. നോക്കിയിട്ട് വേണം ചേർക്കാൻ. ഈ അരപ്പും ചക്കക്കുരു എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പൊ അതിലെ വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നു. ഇനി അരിഞ്ഞ് വെച്ചേക്കുന്ന തഴുതാമയുടെ ഇല ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് ഇളക്കാം. ചക്കക്കുരുവിൽ മഞ്ഞപ്പൊടി ഇട്ട് വേവിച്ചതാ. മഞ്ഞപ്പൊടിയുടെ ആവശ്യമില്ല. ഇത് പഴുത്ത കാന്താരിയായിരുന്നു. അത് കളറുണ്ട്. ഞാൻ ചേർക്കുന്നില്ല മഞ്ഞപ്പൊടിയിൽ.
അടച്ചൊന്നും വെക്കണ്ട, പെട്ടെന്ന് ഇത് അവിയുന്നതാ. ഇപ്പോൾ തോരൻ റെഡിയായി വന്നിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് തരണം, കമന്റ് ഇടണം. അപ്പൊ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നിടം വരെ ബൈ.